2025 നീറ്റ് JEE KEAM ഉൾപ്പെടെയുള്ള എൻട്രൻസ് പരീക്ഷകളിൽ ഇനിയുള്ള നാളുകളിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എൻട്രൻസ് പരിശീലനത്തിലൂടെ നിങ്ങളെ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി കൈപിടിച്ച് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഒരു അടിപൊളി പ്രോഗ്രാമാണ് ക്രാഷ് പ്രോഗ്രാം. അപ്പോൾ ക്രാഷ് പ്രോഗ്രാമിന്റെ ഫേസ് 1 ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചു വരും. നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ക്രാഷിൻ്റെ ഫേസ് 2, ഫേസ് 3 ബാച്ചുകൾ ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ആ കോഴ്സിൻ്റെ ഭാഗമാവാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാഷിൻ്റെ ഫേസ് 2 അതുപോലെ തന്നെ ഫേസ് 2 ജനുവരിയിലാണ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫേസ് 3 എന്ന് പറയുന്നത് +2 ബോർഡ് എക്സാമിന് ശേഷവുമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ഫേസിലേക്കും എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതായിരിക്കും ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ നമ്മൾ brilliantpala.org എന്ന് പറയുന്ന ബ്രില്യൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുകയാണ്. ഓക്കെ, അങ്ങനെ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ക്രാഷ് കോഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ അവിടെ ക്രാഷ് കോഴ്സ് 2025 എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ കോഴ്സസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്രാഷിൻ്റെ ഒരു പേജിലേക്ക് പോകാം. ക്രാഷിൻ്റെ ഒരു പേജിലേക്ക്, കോഴ്സിൻ്റെ പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ കോഴ്സുമായി ബന്ധപ്പെട്ട ബ്രോഷർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മറ്റ് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഈ കോഴ്സിനെ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മളിവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് പോർട്ടലാണ് ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓൾറെഡി ബ്രില്യൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് ID യും അതുപോലെ തന്നെ പാസ്വേഡും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്രില്യൻറ്റിൻ്റെ കോഴ്സിൻ്റെ ഭാഗമാകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സൈനപ്പ് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ ഒരു കോഴ്സിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ സൈനപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പേര്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്കായിരിക്കും OTP വരുന്നത്. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു ഫോൺ നമ്പർ തന്നെ അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു OTP പാസ്വേഡ് വരുന്നതായിരിക്കും. നമ്മൾ ആ OTP പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിത് അടുത്ത ഒരു പേജിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താണ് ഇനിയുള്ള സ്റ്റെപ്പുകളിലേക്ക് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതായത് ഏത് ക്ലാസ് കഴിഞ്ഞവരാണ് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്ലാസ് 12 കംപ്ലീറ്റഡ്, റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ +2 ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെല്ലാം ഒരു ലിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. ക്രാഷ് 2025 മെഡിക്കൽ ഓൺലൈനാണ് ആദ്യം കിടക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഓൺലൈൻ ഉണ്ട്, മെഡിക്കൽ ഹൈബ്രിഡ് ഫേസ് 1 ഉണ്ട്, എഞ്ചിനീയറിംഗ് ഹൈബ്രിഡ് ഫേസ് 1 ഉണ്ട്, ഫേസ് 3യുടെ കാര്യങ്ങളുണ്ട്, ഫേസ് 2ൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതിലാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഓൾറെഡി ഫേസ് 1 അത് നവംബറിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫേസ് 2ലും അതുപോലെ തന്നെ ഫേസ് 3ലും എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫേസ് 2ൻ്റെ ഒരു ഓപ്ഷനിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇതിവിടെ തന്നെ കാണാം, കമൻസിങ് ഓൺ 1 ജനുവരി 2025. അത് ജനുവരി 1-നാണ് ഇതിൻ്റെ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് എൻറോൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എൻറോൾ നൗ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഏത് സെൻറ്ററാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ നിരവധി സെൻറ്ററുകളുണ്ട്. അപ്പോൾ സെൻറ്ററുകളിൽ ഏത് സെൻറ്ററിലാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് നോക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തൽക്കാലം പാല കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു പേജിലേക്ക് വരികയാണ്, കൺഫർമേഷൻ പേജാണ്. അതായത് എങ്ങനെയാണ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യേണ്ട ഒരു പേജിലേക്കാണ്. അപ്പോൾ എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ് അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്, CBSE ആണോ, SSLC ആണോ, ICSE ആണോ, ഏത് സിലബസാണ് നിങ്ങൾ +2 പഠിച്ചത് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം SSLC കൊടുക്കാം. അതിനുശേഷം വരുന്നതെന്ന് പറയുന്നത് ക്ലാസ് 10ൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് വർഷമാണ് നിങ്ങൾ പാസ്സായത്, അതുപോലെ തന്നെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻ്റെ റോൾ നമ്പർ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ 10ൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം അടുത്തത് നമ്മുടെ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഏത് സിലബസ് ആയിരുന്നു പഠിച്ചത് എന്നുള്ളതാണ്. നമുക്ക് CBSE കൊടുക്കാം. 12th ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്, ഏത് ഇയറിലാണ് പാസ്സായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇനി പ്രീവിയസ് നീറ്റ് നിങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നീറ്റ് എഴുതിയവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ റിസൾട്ടിൻ്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് വരികയാണ്. ഇവിടെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഒരു പേജാണ്. അതായത് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇപ്പോൾ വരും. നിങ്ങളുടെ മാർക്കൊക്കെ അത് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം
നമുക്ക് വീണ്ടും കൺഫേം റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് വരുന്നത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നമ്പർ, ആധാർ നമ്പർ, അങ്ങനെയുള്ള ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാതെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ID കാർഡൊക്കെ കിട്ടുമ്പോൾ അതിലേക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പോർഷൻ ക്രോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, +2 പഠിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത് ഇനി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ പിൻകോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇനി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പേജ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എത്രയാണ് ഇതിന് വരുന്ന ഒരു ഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഫീസ് അനുസരിച്ചായിരിക്കും നിങ്ങളിവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടവർക്ക് ചെല്ലാൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. അതായത് നിങ്ങൾക്ക് UPI നമ്പർ വെച്ച് QR കോഡ് വെച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ കാർഡുകൾ വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വാലറ്റിൽ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ആ രീതിയിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൻ്റെ വിവിധ ഫേസുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഫേസ് 2ലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് ജനുവരി 1 ആരംഭിക്കുന്ന ഫേസ് 2 എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഫേസ് 3, അതായത് ബോർഡ് എക്സാമിന് ശേഷം ആരംഭിക്കുന്ന ഫേസ് 3യിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്, രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കാണിച്ചു തന്ന സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പുറത്ത് കഫേയിൽ പോവുകയോ അക്ഷയ സെൻറ്ററിനെ സമീപിക്കുകയോ ഒന്നും വേണ്ട, ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജും ഒക്കെ വരും. അപ്പോൾ അതിനുശേഷം നിങ്ങളെ ബ്രില്യൻറ്റ് ടീമിൽ നിന്നും ഒരാൾ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുക്കുന്നതായിരിക്കും. കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് തരുന്നതും ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സ് ഫേസ് 2 അല്ലെങ്കിൽ ഫേസ് 3യിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.